കാര്യം തങ്ങൾ ചെയ്യണേ നബിയേ എന്ന് നമ്മൾ പറയും. ഇതെങ്ങനെ ശിർക്കാവുക? ഇത് ശിർക്കാവുകയില്ല. നമുക്കറിയില്ലേ, പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ച കാര്യമല്ലേ, വലൗ അന്നഹും യളമൂ അൻഫുസഹും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചതാണ്. വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തൗവാബർ റഹീമാ. ഖുർആൻ പറഞ്ഞത് കാണാം. വലൗ അന്നഹും യളമൂ അൻഫുസഹും, അവർ കുറ്റം ചെയ്ത ആളുകൾ അവരുടെ സ്വശരീരത്തെ ആക്രമിച്ചു, തെറ്റുകൾ ചെയ്തു. എന്നിട്ടോ വലവണ്ണവും ജാഊക, അവർ തങ്ങളുടെ അരികിലേക്ക് വരുന്നു. നോക്കൂ നിങ്ങൾ, ഖുർആൻ അങ്ങനെയാണ് പറയും, തങ്ങളുടെ അരികിലേക്ക് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? വസ്തഗ്ഫിറുല്ലാഹ, എന്നിട്ട് അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. അങ്ങനെ റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കുറ്റവാളികൾ, തെറ്റ് ചെയ്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വരുന്നു. വരുന്നവരെ വരണം. ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്, വരണം. എന്നിട്ട് അവർ തങ്ങളോട് വിഷയങ്ങൾ ബോധിപ്പിക്കണം. നബിയെ, ഞാൻ കുറെ തെറ്റ് ചെയ്തിട്ടില്ല നബിയെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹു അവരുടെ ദോഷങ്ങൾ പൊറുത്തു കൊടുക്കുന്നതാണ്. ഇത് ഖുർആൻ പച്ചയായി പറഞ്ഞതാ. ഈ ആയത്ത് ഞാൻ പോയിട്ട് ഈ ആയത്തിന് ഞാൻ ഈ പറഞ്ഞ അർത്ഥം, ഇത് അയാൾ സക്കാത്തിന്റെ ദുർവ്യാഖ്യാനാണ് നാളെ വന്നിട്ട്. കാരണം ഗ്രൗണ്ടിൽ നോക്കിയിട്ടല്ലേ പ്രസംഗിക്കണം, മുന്നിലാരുമില്ലല്ലോ, ചോദിക്കാൻ ആരുമില്ലല്ലോ, എന്തും പറയാം. എന്റെ വകയല്ല, നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങൾ ഏറ്റവും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആശയ സ്രോതസ്സായി പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ്യ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബ് തഫ്സീർ ഇബ്നു കസീർ, തഫ്സീറുൽ ഖുർആനിൽ അസീം എന്ന വിശുദ്ധമായ ഗ്രന്ഥം, മുജാഹിദുകൾക്ക് സ്വീകാര്യമായ തഫ്സീറാണത്. ആ തഫ്സീറിൽ മുജാഹിദുകൾ കൂടി അംഗീകരിക്കുന്ന ഇബ്നു കസീറിന്റെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നു, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത്? യുർശിദു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി കാണിച്ചു കൊടുക്കുന്നു, നിർദ്ദേശിക്കുന്നു. അൽ ഉസാത വൽ മുദ്രിബീന, ദോഷം ചെയ്ത ആളുകളോട്. ഇബ്നു കസീർ പറയുകയാണ്, ദോഷം ചെയ്ത ആളുകളോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. എന്താണ് നിർദ്ദേശിക്കുന്നത്? അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് പോകണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിഷയം പറയണം, സങ്കടം പറയണം. എന്നിട്ടോ അവർ ദോഷം പൊറുപ്പിക്കുകയും ചെയ്യണം. ഇത് അള്ളാഹു ഈ ദോഷം ചെയ്ത ആളുകളോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ കൂടി അംഗീകരിക്കുന്ന ഇബ്നു കസീർ തന്റെ തഫ്സീർ ഇബ്നു കസീറിൽ അത് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ദോഷം ചെയ്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് പോകണം. അപ്പൊ മുജാഹിദ് പറയും, ഇത് ജീവിച്ചിരിക്കുന്ന കാലത്താണ്. അല്ല, ഇബ്നു കസീർ ഈ ഖുർആൻ വ്യാഖ്യാനം എഴുതുന്നത് റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്തല്ല, ഇതര 8-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം എഴുതുന്നത്. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്, യുർശിദു തആല, അല്ലാഹു നിർദ്ദേശിക്കുന്നു, അൽ ഉസാത വൽ മുദ്രിബീന, ഉസാത്ത് ദോഷികളോടും അതുപോലെ തന്നെ കുറ്റം ചെയ്ത ആളുകളോടും അല്ലാഹു നിർദ്ദേശിക്കുന്നു. എന്താണ് അവരിൽ നിന്ന് പാപങ്ങൾ ഉണ്ടായാൽ അവർ റസൂലിലേക്ക് ചെല്ലണം എന്ന് നിർദ്ദേശിക്കുന്നു. നബിയോട് അവർ ചോദിക്കുകയും വേണം, നബി തങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണമെന്ന് റസൂലിനോട് നിങ്ങൾ ചോദിക്കുകയും ചെയ്യണം എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നത് എന്ന് ഞങ്ങൾ വകല്ല. തഫ്സീർ ഇബ്നു കസീർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് 1-ാം വാല്യം 532-ാമത്തെ പേജിൽ ഇബ്നു കസീർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചെയ്തതിൽ എന്താ തെറ്റ്? തെറ്റില്ലാതെ ആറ്റമില്ലാത്ത ഒട്ടേറെ കുറ്റങ്ങൾ നബിയെ ഞാൻ ചെയ്തിരിക്കുന്നു. നബിയെ ലകാഷ്കു, തങ്ങളോട് ഞാനിതാ അന്യായം ബോധിപ്പിക്കുന്നു. എന്റെ ദോഷം പുറത്ത് കിട്ടാൻ അങ്ങ് അല്ലാഹുവിനോടൊന്ന് പറയണം നബിയെ. ഖുർആൻ മുതലല്ലേ പറയുന്നത്? അതാണ് മുസ്ലിമീങ്ങൾ സുന്നികൾ ചെയ്യുന്നത്. അപ്പൊ സുന്നികൾ ഇർത്തഖബത്ത് ചെല്ലുന്നത് ശിർക്കിന്റെ വചനമല്ല, അത് ഖുർആൻ നിർദ്ദേശിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ശിർക്കിന്റെ മന്ത്രമോ ശിർക്കിന്റെ വചനമോ വിദഅത്തോ അല്ല എന്ന കാര്യം നിങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കണം. തഴവ മൗലവി അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ
മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ എന്നൊരു ഉദ്ധരണി കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിശദീകരണം എവിടെ മുഖാമുഖം എന്നല്ല, മുജാഹിദുകൾ എവിടെ സ്റ്റേജ് കിട്ടുന്നോ അപ്പ പാടുന്നത് ഈ രണ്ട് വരി. തഴവ മൗലവിയുടെ അൽ മവാഹിബുൽ ജദിയ എന്ന ആ പുസ്തകത്തിലെ ഈ രണ്ട് വരി എന്താണ് അവർ പാടുന്നത്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ. അത് ഹിജ്റ 300-ന് ശേഷം വന്നതാണ്, അത് അനാചാരമാണ്, അത് അംഗീകരിക്കാൻ പറ്റൂല, തെറ്റാണ് നിങ്ങളെ താഴെ തന്നെ പറയുന്നു. എത്ര എളുപ്പമുണ്ട്! ഈ രണ്ട് വരി മാത്രമേ മുജാഹിദ് പാടാറുള്ളൂ, അതിന്റെ അപ്പുറവും ഇപ്പുറവും പാടാറില്ല. എന്നാ ഞാനത് മുഴുവൻ പാടിയിട്ട് പഠിപ്പിച്ച് ഇറങ്ങുന്നത്, എന്നിട്ട് ഞാൻ പോടുകയുള്ളൂ. അപ്പൊ അറിയാലോ നമുക്ക് എന്താ അതിന്റെ വസ്തുത. അത് നേരത്തെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ മുജാഹിദ് മുന്നിൽ വരണ്ടേ? അത് വരൂല. ഞാൻ പോയിട്ട് നാളെ വരും, ആ പറഞ്ഞൊന്നും ശരിയല്ല, അയാളെ പറഞ്ഞു കളപാടെന്ന് പറയാം. ഇപ്പൊ എല്ലാവർക്കും സുഖമല്ലേ, എത്ര എളുപ്പമാണ്. അതിനൊരു പടിയില്ലല്ലോ. മുന്നിലിരുന്നാൽ കാണിച്ചു കൊടുത്താൽ പുസ്തകം, ഗ്രന്ഥവും, രചനയും, പാഠവും, വരികളും മുഴുവനാണ് കാണിച്ചു കൊടുത്താൽ വിഷയം തിരിയും. അത് തീരുന്നത് തന്നെയാണ് മുജാഹിദിന്റെ വിശ്വാസവും മുജാഹിദിന്റെ ലക്ഷ്യവും. അതുകൊണ്ടാണ് അവർ നിൽക്കുന്നതിന്റെ വരാത്തത്. ഞാൻ പറയാം എന്താണ് താഴെ പറയുന്നത്. താഴെ പറയുന്നത് വിദഅത്താണ്, തെറ്റാണെന്നല്ല. താഴെ പറയുന്നത് അത് മുഴുവൻ ഇങ്ങനെ പാടിയാകാം. താഴെ തന്നെ പറയും, അതുപോലെ അമലുൽ മൗലിദും അതിനാളുകൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ, അതുകൊണ്ട് അക്കൊല്ലം മുസീബത്തൊക്കെയും നീങ്ങുന്നതാണെന്നാണ് ഇബ്നുൽ ജൗസിയും. ഇതാ താഴെ പറയുന്നത്. എന്താ അദ്ദേഹം പറഞ്ഞത്? അതുപോലെ അമലുൽ മൗലിദും അതിനാളുകൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ. അമലുൽ മൗലിദ് എന്ന് പറഞ്ഞാൽ മൗലിദ് കഴിക്കുക, നമ്മുടെ നാടൻ ഭാഷ, അതിന്റെ അർത്ഥമാണ് അമലുൽ മൗലിദ്. മൗലിദ് കഴിക്കുക. ഈ മൗലിദ് കഴിക്കുക എന്ന് പറയുന്നത് അനാചാരമാണ്, വിദേഹത്താണ് എന്നല്ല താഴെ പറയുന്നത്. അങ്ങനെ അമലുൽ മൗലിദും അതിനാളുകൾ കൂടുന്നതെല്ലാം സുന്നത്തുകളാണ്. സുന്നത്തുകാരാണ് നരകത്തെ പോണത്. അതിനാ സുന്നത്ത് എന്ന് പറയാം. നിങ്ങൾ താഴെ പറയുന്നത് അങ്ങനെയാണ്, സുന്നത്താണ്. സുന്നത്താണെന്ന് പറഞ്ഞാൽ നരകത്ത് പോണത്. അത് കൊള്ളാം. അത് മുജാഹിദിന്റെ സുന്നത്താണ് നരകത്ത് പോണത്, മുസ്ലിമീങ്ങളുടെ സുന്നത്ത് നരകത്ത് പോണതല്ല. ഇത് നിങ്ങൾ നോക്കൂ, താഴെ തന്നെ പറയുന്നതിനാണ് തുടർന്ന് പറയുന്നു, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. താഴെ പറയുന്നത് ഇത് ശിർക്കാണ്, വിദഅത്താണ്, ചെയ്യാൻ പാടില്ല എന്നല്ല. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർക്കും വബായിയൊക്കെയും കാക്കുന്നതാ, കണ്ണേറി ഹസദും നീങ്ങുവാനുതകുന്നതാ. ഇതാണ് താഴെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മൗലിദ് വീടുകളിലൊക്കെ ഓതണം. അങ്ങനെ ഓതിയാൽ എന്താ സംഭവിക്കുക? മുസീബത്തുകളൊക്കെ ഇല്ലാതെയാകും. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം വേണോ? റസൂലുള്ളാഹി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതിയാൽ ദാരിദ്ര്യം ഇല്ലാതെയാക്കാൻ കഴിയും, കള്ളന്മാരുടെ ശല്യം ഇല്ലാതെയാക്കാൻ കഴിയും, അങ്ങനെ പല വിപത്തുകളും ഇല്ലാതെയാക്കാൻ കഴിയും. മറ്റൊരു കാവ്യവളം ചേർത്ത് കൊടുത്ത രണ്ട് വരി എനിക്ക് ഓർമ്മ വരികയാണ്. വഹാബി ശല്യം പാടെ മുരടിക്കുന്നതാ, മൗദൂദിയും ആദാട് വിട്ടോടുന്നതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മൗലിദ് ഓതുമ്പോ വിദേഹത്തിന് പിന്നെ അവിടെ സ്ഥാനം തന്നെ ഉണ്ടാവൂല. ദാരിദ്ര്യം ഇല്ലാതെയാക്കാൻ കഴിയും, കള്ളന്മാരുടെ ശല്യം നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും. ഇതുപോലെ തന്നെ സുയൂത്തി തന്റെ വസായിലിൽ പറയുന്നതാ, നീ നോക്കു ശറഹു ശമായിലിൽ. ഇമാം സുയൂത്തി തന്റെ ശറഹു ശമായിൽ എന്ന ഗ്രന്ഥത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൗലിദ് ഓതണം എന്നാ താഴെ പറഞ്ഞിട്ടുള്ളത്, ഓതണ്ട എന്നല്ല. അത് മുജാഹിദ് പറയില്ല. മുജാഹിദ് എത്രേ പറയുള്ളൂ? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ. കഴിഞ്ഞു, ഓല പരിപാടി കഴിഞ്ഞു. ഇതാണ് ഞാൻ പറയുന്നത്. മുഖാമുഖം ഇരുന്ന് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ എന്റെ സ്ഥിതി ബോധ്യപ്പെടുന്നു. എന്താ പിന്നെ ഈ പറഞ്ഞത് എന്താ തടവ? ഹിജ്റ 300-ന് ശേഷം വന്നതാണ് എന്ന് പറഞ്ഞത് എന്താണ്? അതൊരു പ്രത്യേക മൗലിദ്. അത് ഇസ്ലാമിക ചരിത്രത്തിൽ, മൗലിദിന്റെ ചരിത്രത്തിൽ തന്നെ വിശ്രുതമായ മൗലിദ് കഴിക്കുന്ന ഒരു രാജാവുണ്ട്, ബഹുമാനപ്പെട്ട മുളഫർ രാജാവ്. അദ്ദേഹം രാജകീയ പ്രൗഢിയോടെ വിശ്രുതമായ രൂപത്തിൽ അദ്ദേഹം മൗലിദുകൾ കഴിച്ചിരുന്നു.
അതിനെ കുറിച്ചാണ് താഴ്വ പറയുന്നത്. അത് ആ വരിയുടെ തൊട്ടു താഴെ തന്നെ താഴ്വ പറയുന്നുണ്ട്. അതുപോലെ വായിക്കാത്തത് കൊണ്ടാണ് ഞാൻ വായിക്കാം. നേരെ തൊട്ടു താഴ്വ പറയുന്നു. മലിക്കുൽ മുളഫർ ധീരനായൊരു രാജന, ഇറുബൽ ഭരിച്ചവരാണ് വന്തറുനിഷ്ഠന, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ, മാസം റബീഉൽ അവ്വലെന്താഘോഷമാ. ഇതാണ് താഴ്വ പറയുന്നത്. മുളഫർ രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. അദ്ദേഹം ഇറുബൽ ഭരിച്ചവരായിരുന്നു. റബീഉൽ അവ്വൽ മാസമായാൽ അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷമാണ്. മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ, മാസം റബീഉൽ അവ്വലെന്താഘോഷമാ. റബീഉൽ അവ്വൽ മാസമായാൽ അങ്ങേയറ്റത്തെ ആഘോഷമാണ് അദ്ദേഹത്തിന്. എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ മൗലിദ് ഓതുന്നത്, ഉണ്ടാക്കുന്നത്, അത് ചെല്ലുന്നത്, നടത്തുന്നത് എങ്ങനെയാണ്? അതും താഴെ തന്നെ പറയുന്നു. മൗലിദൊന്ന് രചിക്കലായി രാജാവിനതു കണ്ടേറ്റവും സന്തോഷമായി, സമ്മാനമായി പൊന്നായിരം നൽകുന്നതാ എന്നുള്ളതിനു കതീർ താൻ പറയുന്നതാ. മുളഫർ രാജാവിന് മൗലിദ് കഴിക്കാൻ വേണ്ടി മൗലിദ് കിതാബ് ഉണ്ടാക്കി കൊടുത്തത് ഹാഫിദ് ഇബ്നു ജഹ്യത്ത് എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്. ആ മഹാപണ്ഡിതന്റെ ഒരു മൗലിദ് കിതാബ് ഉണ്ടാക്കി കൊടുത്തപ്പോ മുളഫർ രാജാവിന് ഇത് കണ്ടിട്ട് വല്ലാത്ത സന്തോഷം. അപ്പൊ അദ്ദേഹം കൈമടക്ക് നൽകിയത് എത്രയാണെന്നോ? സമ്മാനമായി പൊന്നായിരം നൽകുന്നതാ. 1000 സ്വർണ്ണ നാണയമാണ് കൈമടക്ക് കൊടുത്തത്. അങ്ങനെയൊക്കെ മൗലിദ് കഴിക്കണം. 1000 സ്വർണ്ണ നാണയം സമ്മാനമായി ഷെയ്ഖ് ഇബ്നു ജഹ്യത്ത് മുളഫർ രാജാവ് നൽകി. മാത്രമോ ആ രാജകീയ പ്രൗഢിയോടെ നടത്തുന്ന മൗലിദിന്റെ വിഭവങ്ങൾ എന്തൊക്കെയാണ് അതും താഴ്വ പറയുന്നുണ്ട്. താഴ്വ മാത്രമല്ല, എല്ലാ ചരിത്ര കൃതികളിലും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നുൽ ജൗസി സിബത്ത് ഇബ്നുൽ ജൗസി തന്റെ ബിർഹാത്തു സമാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു ഖല്ലിഖാൻ തന്റെ വഫിയാത്തുൽ അയാൻബി അംബായി അബ്നായി സമാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാഫിദ് ഇമാം സുയൂത്തി തന്റെ അൽ ഹാബീരിൽ ഫത്താവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നുൽ ഇൽമാൻ തന്റെ ശററാത്തുൽ ദഹബ് ഫി അഖ്ബാരി മൻ ദഹബ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായിരുന്നു അന്നത്തെ വിഭവസമൃദ്ധമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ എന്തൊക്കെ അതും താഴെ പറയുന്നുണ്ട്. മൗലിദ് കഴിക്കുന്നന്ന് 1000 പൊരിക്കുന്നതാണ് കോഴിയും 10,000. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മൗലിദ്, ചില്ലറല്ല. മൗലിദ് കഴിക്കുന്നന്ന് 1000 പൊരിക്കുന്നതാണ് കോഴിയും 10,000. കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം. ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിനന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിവന്ന്. മുളഫർ രാജാവിന്റെ മൗലിദാഘോഷ പരിപാടി അങ്ങനെയാണ്. 5000 ആടിനെ അറുത്തിട്ടുള്ളത്. 5000 ആട് പൊരിക്കുന്നതാണ് കോഴിയും 10,000. 10,000 കോഴിയും 5000 ആടും ഒക്കെ അറുത്തിട്ടുള്ള ഒരു ചെറിയ മൗലിദ്, ഒരു ചെറിയ മൗലിദ്. കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം. 1,30,000 പാത്രങ്ങളിൽ മധുര പലഹാരവും നിറച്ചു വെച്ച വിഭവ സമൃദ്ധമായ മൗലിദാണ് മുളഫർ രാജാവ് നടത്തുന്നത്. അത് പിന്നെ ചരിത്രത്തിൽ ഇല്ലാതിരിക്കും. അങ്ങനെ വിഭവ സമൃദ്ധമായ 5000 ആട്, 10,000 കോഴി, 1,30,000 പാത്രങ്ങളിൽ ഹലുവ, മധുര പലഹാരം, ഇതെല്ലാം കൂടി ഇങ്ങനെ കാണുമ്പോ മുജാഹിദുകളുടെ സ്ഥിതി എന്താണെന്ന് അറിയോ നിങ്ങൾ? പാത്തും പതുങ്ങി കൊണ്ടതാവഹാബികൾ എത്തുന്നതാണ് തുന്നുവാനാ കോഴികൾ. ശപാടി വയറ് നിറക്കുവാനുതകുന്നതാ എന്നും പറഞ്ഞവയൊക്കെയും തട്ടുന്നതാ. ശരിയാണ്. ഇതെല്ലാം കൂടി ഇങ്ങനെ കാണുമ്പോൾ വെള്ളം മൂന്ന വഹാബികൾ പാത്തും പതുങ്ങിയിട്ട് വന്ന് തട്ടാൻ നോക്കും. ഈ കോഴിയൊക്കെ തിന്നും. അതിനവർക്ക് ന്യായമുണ്ട്. വെറുതെ പറഞ്ഞതല്ല. ഉമർ മൗലവി, ഓരോ ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന ഉമർ മൗലവിയോട് ചോദ്യം, അല്ല മൗലിദിന്റെ വിഭവങ്ങൾ തിന്നാൻ പറ്റുമോ? അത് ശിർക്കാണ് വിരാട്ടാന്നൊക്കെ നിങ്ങൾ പറയുന്നത് പറ്റുമോ? അപ്പൊ അയാൾ പറയുന്നത് എന്താണെന്നറിയോ? ശപാട് വയറ് നിറക്കുവാനുതകുന്നതാ എന്നും പറഞ്ഞവയൊക്കെയും തട്ടുന്നതാ. ഭക്ഷണം 2 സൈസ് ഉണ്ട്. എന്താ? ഒന്ന് വയറ് നിറക്കുക എന്ന ലക്ഷ്യത്തോടെ, മറ്റൊന്ന് മൗലിദിന്റെ ആവശ്യം പിന്നെ വറക്കത്തുള്ളത് എന്ന ലക്ഷ്യത്തോടെ. വയറ് നിറക്കുക എന്ന ലക്ഷ്യത്തോടെയാണെങ്കിൽ ആ
ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? ചിർക്കും വിജയത്തൊക്കെയാണ് അവനവരുടെ വയറ്റിക്കെത്തുന്ന കാര്യമാണ് ഈ കുഴപ്പമില്ല. സൽസബീദിയുടെ ഫത്വയാണ്, വെറുതെ പറഞ്ഞൊന്നല്ല. അപ്പോ മുളഫർ രാജാവിന്റെ രാജകീയ പ്രൗഢിയോടെയുള്ള മൗലിദ് ശരീഫാണ്. ചുരുക്കി പറഞ്ഞാൽ 3 ലക്ഷം പൊന്ന പ്രതിവർഷവും മൗലിദ് കഴിക്കാനെന്ന 3 ലക്ഷം സ്വർണ്ണ നാണയം ചെലവഴിച്ചുകൊണ്ടാണ് മുളഫർ രാജാവ് രാജകീയ പ്രൗഢിയോടെ ഈ മൗലിദുകളൊക്കെ നടത്തിയിരുന്നത്. അത് ഹിജ്റ 300 ശേഷം ഉണ്ടായത്. അതെന്താ അങ്ങനെ? അയാളാ ജീവിച്ചത്, പിന്നെ അതിന്റെ മുമ്പ് നടത്താൻ പറ്റും. അതാണ് തഴവൈ പറയുന്നത്. അത് ഹിജ്റ 300 ശേഷം വന്നതാ. 300 ശേഷം ജീവിച്ചത്. എന്നിട്ട് ഈ പടുവിദ്യകൾ ഇത് അറിയാതെ, ചരിത്രം പഠിക്കാതെ, വസ്തുതകൾ മനസ്സിലാക്കാതെ ലോകത്ത് ആദ്യമായിട്ട് മൗലിദ് ഉണ്ടായത് ഹിജ്റ 300 ശേഷമാണെന്ന് പറയുന്നത് തനി വങ്കത്വമാണ്. ചുരുക്കത്തിൽ പഴയകാല മുസ്ലിമീങ്ങളൊക്കെ ചെയ്യുകയും അനുധാപനം ചെയ്യുകയും അവർ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയും ചെയ്ത പ്രവർത്തനമാണ് മൗലിദ് പരിപാടി എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല 25ഓളം പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുന്നു. അവരുടെ പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്. അവരുടെ ഓരോ ബുദ്ധിമുട്ട് വന്ന സന്ദർഭങ്ങളെയും അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചത് നേരിട്ടാണ്. അതിൽ ആരെയും അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാരുടെ ഹക്ക് കൊണ്ടോ ജാവ് കൊണ്ടോ ബർക്കത്ത് കൊണ്ടോ ഒന്നും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. തന്നെയുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഉമ്മത്തുകൾക്ക് അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവർ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ അവർ തിരിച്ച് ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഓരോ കാര്യത്തിനും അവർക്ക് പ്രാർത്ഥനകൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പ്രാർത്ഥനയെങ്കിലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവൂ? തന്നെയുമല്ല, അള്ളാഹു എന്ന വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അഹ്കാഫ് എന്ന് പറയുന്നു, ഒമൻ അള്ളാഹു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമത്തി വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഏറ്റവും വലിയ വഴിപിഴച്ചവൻ അള്ളാഹുവിന് പുറമെ ഖിയാമത്ത് നാൾ വരേക്കും ഉത്തരം നൽകാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെന്ന് അള്ളാഹ് പറയുന്നു. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനകളെ പറ്റി അശ്രദ്ധയിലാണെന്ന് അള്ളാഹ് പറയുന്നു. എന്തടിസ്ഥാനത്തിലാണ് പിന്നെ നിങ്ങൾ അള്ളാഹു അല്ലാത്ത മഹാന്മാരോട് മുഹ്യിദ്ദീൻ ഷേഖിനെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ജനങ്ങളോട് പറയുന്നത്? മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ചോദിച്ചിട്ടുള്ളത് എന്താണ് അദ്ദേഹം പറഞ്ഞത്? പ്രവാചകന്മാർ ഖുർആനിൽ തന്നെ 25ഓളം പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനകളും പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മഹാത്മാവിനോട് പ്രാർത്ഥിച്ചത് പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. ഇവിടെ കേരളത്തിലെ മുജാഹിദുകൾ എന്നല്ല, കേരളത്തിന് പുറത്തുള്ള മുജാഹിദുകൾ വലിയൊരു അട്ടിമറി ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ചോദ്യകർത്താവും അല്ലാത്തവരും മുജാഹിദുകളും ഇത് മനസ്സിലാക്കണം. എന്താണ് പ്രാർത്ഥന നടത്തുക എന്ന ഒരു പ്രയോഗം നമ്മൾ മുസ്ലിമീങ്ങളായ സുന്നികളായ നാം ചെയ്യുന്ന പരിപാടി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു, നബിയോട് സഹായം ചോദിക്കുന്നു. ഈ ചോദിക്കുന്ന